നമ്മളെ ആ മരണത്തെ പറ്റി എപ്പോഴെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു രംഗത്തെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു 10 മിനിറ്റ് കണ്ണടച്ച് സ്വന്തം മരണമൊന്ന് കണ്ണിൽ ആലോചിച്ചു നോക്കൂ. ഈ കാണുന്ന തിരക്കും വെപ്രാളവും, ഈ കാണുന്ന ഓട്ടവും ക്ഷീണവും, ഇതൊന്നും അറിയാതെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ ഒരു കട്ടിലിലോ പായയിലോ നമ്മൾ നീണ്ടു നവർന്ന് കിടക്കും. ഈ കാണുന്ന പവറും ഭംഗിയൊക്കെ ജീവനുള്ളപ്പം മാത്രമേ ഉള്ളൂ. ഈ മുഖത്തിന്റെ ഭംഗി ഈ കണ്ണ, ഈ കണ്ണിന്റെ ഭംഗി 2 കൃഷ്ണമണിയാ. ആ കൃഷ്ണമണി ഈ വലുപ്പത്തിലല്ല, ഒരു ചെറിയ പുള്ളിക്കുത്ത് മാത്രമായിരുന്നെങ്കിൽ ഒരിക്കൽ നോക്കുന്ന ഒരാൾക്ക് പിന്നെ നമ്മളെ മുഖത്തേക്ക് നോക്കാൻ തോന്നൂല. വികൃതമായി പോകും നമ്മളെ മുഖം. ഇനി അഥവാ കൃഷ്ണമണിക്ക് പകരം പടച്ചോൻ തന്നില്ല, വെറും കണ്ണിന്റെ ആ വെളുപ്പ് മാത്രമായിരുന്നെങ്കിലോ ഒരിക്കൽ നോക്കുന്ന ഒരാൾക്ക് പിന്നീട് ഒരിക്കൽ കൂടി നമ്മളെ മുഖത്തേക്ക് നോക്കാനുള്ള കെൽപ്പുണ്ടാവൂല. അതുകൊണ്ടാ നമ്മളെ മൗത്തും പിടിച്ച് ആത്മാവിനെയും പിടിച്ച് പടച്ച റബ്ബിന്റെ മലക്കുകൾ ആകാശത്തേക്ക് ഉയർന്നു പോകുമ്പോ ആ ആത്മാവിനെ പിന്തുടരുന്ന നമ്മളെ കണ്ണുകൾ പിന്നോട്ട് മറിയുമെന്നും ആ കണ്ണുകൾ കാണുന്നവർക്ക് ഭയമുണ്ടാക്കുമോ എന്നുള്ളത് കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന ആരെങ്കിലും ആദ്യം കണ്ണങ്ങടച്ചു കളയണം എന്ന് ലോകത്തിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം, ആ കണ്ണ് കണ്ടാൽ പോലും നമ്മളെ കുടുംബക്കാര് നമ്മളെ ഭയപ്പെടും. തുറന്നു പോകുന്ന വാ, കറപിടിച്ച പല്ല്, വറ്റിപ്പോയ ചുണ്ട്, ഉണങ്ങിപ്പോയ നാവ്, ഇത് കാണുന്നവർക്കൊരു സങ്കടം ഉണ്ടാക്കാതിരിക്കാൻ കുടുംബക്കാരിൽ ആരെങ്കിലും ഒരു ശീലക്കഷണം കൊണ്ട് നമ്മളെ താടിയെല്ല് വലിച്ചു കെട്ടും. തണുത്തുറഞ്ഞു പോകുന്ന കാലിന്റെ തുടകൾ കഫം പടവക്കുള്ളിലേക്ക് പിടിച്ചാൽ കിട്ടാതായി പോകുമോ, മരവിച്ചു പോകുമോ എന്ന ഭയം കാരണം നമ്മളെ തള്ളവിരലുകൾ ആദ്യമേ പിടിച്ച് കെട്ടിയിടും. എന്നിട്ട് അതുവരെ നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം നമ്മൾ പോലും അറിയാതെ നമ്മളെ കുടുംബക്കാരെ അയച്ചു മാറ്റും. ഈ അടുത്ത ദിവസം മെഡിക്കൽ കോളേജിൽ അപകടം പറ്റി മരിച്ചു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ മയ്യത്ത് കുളിപ്പിക്കാൻ ആ ഹോസ്പിറ്റലിലുള്ള ആളുകൾക്ക് സങ്കടം തോന്നിയപ്പോ കത്രികയെടുത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നവന്റെ പാന്റ് ജീൻസ് മുറിച്ചു മാറ്റി അവന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും ആരയിക്കുന്നെന്നറിയാതെ സർവ്വ അവകാശങ്ങളും ഇല്ലാതെ നമ്മളങ്ങനെ നീണ്ടു നവർന്ന് കിടക്കും. വാർത്ത കാട്ടുതീ പോലെ അരീക്കോടും പത്തനാപുരത്തും എന്നുവേണ്ട നാടൊക്കെ അങ്ങനെ പരക്കും. നാട്ടിലുള്ള ഏതെങ്കിലും നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഏതോ കല്യാണത്തിന് നമ്മൾ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കുടുംബക്കാരുടെയിൽ നിന്നും ക്രോപ്പ് ചെയ്തെടുത്ത് അടിയിലൊരു ഇന്നാലില്ലാഹി പേസ്റ്റ് ചെയ്തിട്ട് നാട്ടുകാരിൽ ചിലർ അറിയിക്കും, ഇന്ന വീട്ടിലെ ഇത്ര വയസ്സുകാരനായ ഇന്ന വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു. വൈകുന്നേരം 3:30 മണിക്ക് അരീക്കോട് ജുമാ മസ്ജിദിൽ മയ്യത്ത് നമസ്കാരം എന്ന് നാട്ടുകാർ അറിയുന്ന ഒരു ചിത്രത്തിന്റെ താഴെ നിർവികാരതയോടുകൂടി, അല്ലെങ്കിൽ വികാരങ്ങളില്ലാതെ ഞാനും നിങ്ങളും ആ നമ്മളെ വീട്ടിന്റെ സിറ്റ് ഔട്ടിലോ ഡൈനിങ് ഹാളിലോ നീണ്ടു നവർന്നങ്ങനെ കിടക്കും. ഇനി ആ മരിച്ചതിന് ശേഷം നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വരുന്ന ഒന്ന് സങ്കല്പിച്ചു നോക്കുക. മരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോകുന്നത്. ആ വീട്ടിക്ക് കയറി ചെല്ലുമ്പം നമ്മളെ ആരും കാണുന്നില്ലെങ്കിലും നമ്മൾ ആ വീട്ടിൽ കാണുക എന്താ? അകത്ത് കട്ടിലുമ്പലുണ്ടാകും, ഭാര്യ കമന്ന് കിടന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ടാകും. നെഞ്ചു പൊട്ടിയിട്ട് അവൾ ഉറക്കെ കരഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടാകും, നിങ്ങൾ ഇന്നേം കൂടി കൊണ്ടുപോയി കൂടായിരുന്നു, നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാ ജീവിക്കുക, ഇന്നൊറ്റക്കാക്കി പോയില്ലേ എന്ന് അവള് നെഞ്ചു പൊട്ടി കരയുന്നുണ്ടാവും. വാർത്ത കേട്ട് കുടുംബക്കാരെ വീട്ടിൽ കെട്ടിച്ചുവിട്ട മൂത്ത മകളും ഇളയ മകളും വാർത്ത കേട്ട അതേ വസ്ത്രത്തിൽ ഒരു മാക്സിയുടെ കൂടെ ഒരു തട്ടവും എടുത്തിട്ട് മേലെ ഒരു പർദ്ദയും ധരിച്ച് കുടുക്കു പോലും ഇടാൻ പറ്റാതെ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ വെപ്രാളപ്പെട്ടു വന്ന് വാഹനം വീട്ടിന്റെ മുറ്റത്തോ സിറ്റ് ഔട്ടിലോ നിർത്തുമ്പം അമ്മമാരും മൂത്താപ്പാരൊക്കെ ഒന്ന് അടുത്തേക്ക് ചെല്ലും. ഉറക്ക കരയുന്ന പെൺകുട്ടികളൊക്കെ കൈമ താങ്ങിക്കൊണ്ടുവരും. മൂത്താപ്പാരൊക്കെ ചീത്ത പറയും, അങ്ങനെ നിലനിൽക്കില്ലടി, വാപ്പന്റെ മരിച്ച മയ്യത്തൻക്കൊന്ന് കാണണ്ടേ. മരിച്ച വാപ്പാന്റെ നമ്മളെ മുഖം കണ്ട് മക്കളൊക്കെ ഉമ്മാന്റെ അടുത്തേക്ക് ചെന്ന് കിടക്കും. പിന്നെ ആ വീട്ടിൽ നമ്മൾ ആകെ കേൾക്കുന്ന ശബ്ദം എന്തായിരിക്കും എന്നറിയോ? പള്ളിയിലുള്ള 10-15 കമ്മിറ്റിക്കാർ ആ വീട്ടിലെത്തിയിട്ടുണ്ടാകും. അയൽവാസികളും കുടുംബക്കാരുമായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരും ഉണ്ടാകും. അവരൊരു ഓട്ടോറിക്ഷ വിളിച്ച് 19 കസേരയും വാടകക്കെടുക്കും, 5-8 താറപ്പായ എടുക്കും. എന്നിട്ട് ആ മരിച്ച വീട്ടിൽ മയ്യത്ത് ഡൈനിങ് ഹാളിൽ കിടത്തി അകത്തുനിന്ന് ഭാര്യന്റെ ഏങ്ങലുകൾ കേൾക്കുമ്പോ ഓരോരുത്തരും വിവരമറിഞ്ഞ് മയ്യത്തിസ്കാർ എപ്പോഴാന്ന് കണ്ണുകൊണ്ട് ആംഗ്യം ചോദിക്കുമ്പോ അകത്തേക്ക് കയറി ചെന്ന് മയ്യത്തിന്റെ മുഖം കണ്ട് പുറത്തേക്കിരിക്കുന്ന നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്താണെന്നറിയോ? ഒരുത്തം പറയുന്നുണ്ടാകും, അക്കയറ് തെങ്ങുമക്ക് കെട്ടിക്കോ, ഈ ഭാഗത്തെ കയറ് പ്ലാവുമക്ക് കെട്ടിക്കോ.
വിരിക്കപ്പെട്ട 19 കസേരകളിൽ നാട്ടിലുള്ള സർവ്വ കുടുംബത്തിലെയും ആളുകൾ വന്നിരിക്കുമ്പോ ഒരവകാശവുമില്ലാതെ നമ്മൾ ആ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ നീണ്ടു നിവർന്ന് കിടക്കും. ഏത് കട്ടിലിൽ? മോഹിച്ചു വാങ്ങിയ 5 അടി തേക്കിന്റെ കട്ടില് ബെഡ്റൂമിലുണ്ട്. മനുഷ്യരെ, നിങ്ങൾ ഇന്നലെ കിടന്നുറങ്ങിയതും ഒരു 5 അടി തേക്കിന്റെയോ പ്ലാവിന്റെയോ കട്ടിലിലാണ്. പക്ഷേ നാളെ നിങ്ങൾക്ക് ജീവനില്ലെങ്കിൽ ഏതു മക്കളാ വാപ്പാന്റെ മയ്യത്ത് കിടത്താൻ ബെഡ്റൂമിലെ തേക്കിന്റെ കട്ടിൽ വലിച്ചോണ്ടുവരാറുള്ളത്? വാപ്പയും വാപ്പന്റെ വാപ്പയും കാക്കക്കാരണവന്മാരും ജീവിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു പഴകിയ കട്ടിൽ വീട്ടിന്റെ വറകുപുരയിലോ കുടുംബക്കാരന്റെ വീട്ടിലോ അയൽപ്പക്കക്കാരന്റെ അടുക്കളയിലോ അവന്റെ വറകുപുരയിലോ ഉണ്ടെങ്കിൽ അതെടുത്തോണ്ട് വന്ന് കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്ന് വൃത്തിയാക്കി അത് ഡൈനിങ് ഹാളിലേക്ക് പിടിച്ചിട്ടിട്ട് ഒരു പായം വിരിച്ച് നമ്മൾ അതിന്റെ മേലെ കിടത്തും. നാട്ടിൽ ഓരോരുത്തരും നമ്മളെ മുഖം കാണാൻ വരും. അതിൽ പകള്ളോനുണ്ട്, അതിൽ വെറുത്തു പോയോനുണ്ട്, നമ്മളോട് ദേഷ്യമുള്ളവരുണ്ട്. കാണാൻ നമ്മളുമില്ല, വന്നിട്ടെന്തെന്ന് അറിയിക്കാൻ ഓനെ കൊണ്ടിട്ട് പറ്റിയില്ല. മുഖം കണ്ട് ഓരോരുത്തരും മാറി നിൽക്കുമ്പം, ഓരോരുത്തരും മയ്യത്ത് നമസ്കാരത്തിന്റെ ബോർഡ് നോക്കി വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുമ്പം ചില കുടുംബക്കാര് ചോദിക്കും, ഒന്ന് കുളിപ്പിക്കാൻ എടുക്കല്ലേ? അന്ന് വരെ ഒറ്റക്ക് കുളിച്ച നമ്മളെ 5-6 ആളുകൾ കൂടി കുളിപ്പിക്കും. അന്ന് വരെ ആരും കാണാത്ത നമ്മളുടെ ഔറത്തിന്റെ പല ഭാഗങ്ങളും നമ്മൾ ആൺമക്കൾ കാണും, നമ്മളെ ജ്യേഷ്ഠൻ കാണും. ഇടത്തെ കയ്യിൽ ശീല ചുറ്റി ഒറ്റയ്ക്ക് വിസർജിച്ചിരുന്ന നമ്മളെ വയറമർത്തി അവർ വിസർജിപ്പിച്ചു തരും. എന്നിട്ട് കുളിച്ചു കുട്ടപ്പനായി ഒരു പുതുമണവാളനെ പോലെ കർപ്പൂരത്തിന്റെ വെള്ളവും ചേർത്ത് 3 വെള്ളപ്പടവയിൽ വീട്ടിന്റെ സിറ്റ് ഔട്ടിലേക്ക് അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ടുവെക്കും. ആ സമയത്ത് ചില കാരണവന്മാര് വാച്ചിലോക്കിയിട്ട് പറയും, 3:30 മയ്യത്തസ്കാരെങ്കിൽ ഒരു 3-നെങ്കിലും ഇറങ്ങണം. നടക്കാനുള്ളവരൊക്കെ ആദ്യം അങ്ങ് നടന്നു തുടങ്ങി. വാഹനമുള്ളവരൊക്കെ ഒന്ന് പള്ളിക്ക് പോയി ഒന്നെടുത്ത് അങ്ങ് നിന്നോളൂ. മയ്യത്തുമായിട്ട് എടുക്കാൻ പറ്റുന്ന 10-20 ആളുകൾ മയ്യത്തിന്റെ നമ്മളെ കബറിന്റെ നമ്മളെ കട്ടിലിന്റെ പിന്നാലെ അവര് നമ്മളെ പ്രാർത്ഥിച്ചോ മനസ്സിൽ ചിന്തിച്ചോ നമ്മളെ കട്ടിലിന്റെ പിന്നാലെ നടന്നു വരും. ആ രംഗൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കണം മനുഷ്യരെ. ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ കുടുംബത്തിൽ ഒരു മരണം ഉണ്ടായപ്പോ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് മരണം കൂട്ടിക്കൊണ്ടുപോയ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് അവസാനം കൊണ്ടുപോകാൻ നേരത്തെ കാരണവന്മാര് വാച്ചോക്കിയിട്ട് പറഞ്ഞു, ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. കാരണം എന്താ? ഈ കാണുന്ന പവറും പത്രാസും ഒക്കെ ജീവനുള്ളപ്പോഴേ ഉള്ളൂ. മണിക്കൂറിൽ 3 ലക്ഷത്തിലധികം ലിറ്റർ രക്തം നമ്മളെ ശരീരത്തിന്റെ ഞരമ്പുകളിലൂടെ കുതിച്ചു പായുന്നുണ്ട്. ഞാനും നിങ്ങളും അറിയാതെ ഇരിക്കുന്ന ഈ സെക്കൻഡിൽ പോലും സെക്കൻഡ് വ്യത്യാസത്തിൽ ലിറ്റർ കണക്കിന് രക്തം നമ്മളെ ശരീരത്തിലൂടെ കുതിച്ചു പായുന്നുണ്ട്. അത് ഓടാനുള്ള കഴിവെന്താണെന്നറിയോ? നമുക്ക് ജീവനുള്ളതാ. പക്ഷേ ജീവൻ നിലയ്ക്കുന്നതോടുകൂടി കുതിച്ചു പായാനുള്ള രക്തങ്ങൾക്ക് ജീവനില്ലാതാവും. പിന്നെ അവര് പുറത്ത് ചാടാൻ വെപ്രാളപ്പെടും. എവിടെയുണ്ട് ദ്വാരങ്ങൾ എന്ന് രക്തം ചിന്തിക്കും, അല്ലെങ്കിൽ രക്തം നോക്കും. അതുകൊണ്ട് ആ മരിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മൂക്കിലൂടെയും ചെവിയിലൂടെയും ഒക്കെ രക്തം പുറത്തു വരുന്നത്. ജീവനുള്ളപ്പോഴേ രക്തത്തിനും വിലയുള്ളൂ, ജീവനുള്ളപ്പോഴേ നമുക്കും വിലയുള്ളൂ. ആ രക്തം കാണുന്ന നേരത്ത് ചില കുടുംബക്കാർ പറയൂലേ, ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റൂലട്ടോ, ബ്ലഡ് വരുന്നുണ്ട്, പെട്ടെന്ന് എടുക്കണം. മയ്യത്തെടുക്കാൻ നേരത്ത് ചില അമ്മമാര് പറയും, പെണ്ണുങ്ങൾക്കൊന്നും കൂടി കാണണമെന്നുണ്ടെങ്കിലോ, പെൺകുട്ടിക്കൊന്നുകൂടി കാണണമെന്നുണ്ടെങ്കിലോ, അകത്തുനിന്നിട്ട് മൂത്താപ്പാരോ മാമന്മാരോ ചോദിക്കും, സുലൈഖ കൊണ്ടുപോവുക, എനക്കൊന്ന് കാണണം, എനിക്കൊന്നുകൂടി കാണണം. വെപ്രാളപ്പെട്ട് കരഞ്ഞ് എഴുന്നേറ്റോടാൻ നിൽക്കുന്ന പെണ്ണിനെ, ആങ്ങളെ പെങ്ങളെ ചേർത്ത് പിടിച്ച് ആ നമ്മളെ നെറ്റിത്തടത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരും. തുറന്നു വെച്ച ആ വെള്ള തുണിന്റെ ഉള്ളിലൂടെ കറുത്ത് കരുവാളിച്ചു തുടങ്ങിയ നമ്മളെ നെറ്റിയിൽ നമ്മളെ പെണ്ണൊരുമ്മരും. ഇനി ഉമ്മാര് ഇങ്ങളാണെങ്കിൽ ഒരുപക്ഷെ ഉമ്മ തരാൻ ഓന് കുറവാണെങ്കിലും ഓന്റെ കൈയെങ്കിലും നിങ്ങളെ നെറ്റിയിലൊന്നോ വെക്കും, അല്ലെങ്കിൽ ഒരു ഉമ്മങ്ങളെ നെറ്റിത്തടത്തിൽ ആ പിയാപ്പിള തരും. പെൺമക്കൾ ഓരോരുത്തരും വരും, കൊണ്ടുവല്ലേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയും. അതൊന്നും പരിഗണിക്കാതെ വീണ്ടും തലഭാഗം കെട്ടിപ്പിടിച്ച് നമ്മളെ 6 അടി കട്ടിലെടുത്ത് വെച്ച് 6 അടി മണ്ണിലേക്ക് യാത്രയാക്കും. പള്ളിയിലെത്തും, 1ാമത്തെ സഫിൽ വെക്കും. മയ്യത്ത് നമസ്കാരം എന്ന ലോകം കണ്ട ഏറ്റവും നല്ലൊരു യാത്ര നമ്മളെ നാട്ടുകാര് നമുക്ക് തരും. നെഞ്ചു തൊട്ട് പ്രാർത്ഥനയോടെ ഹൃദയത്തിന്റെ മേലെ കൈവച്ചുകൊണ്ട് അവര് പറയും, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു വഫീഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സി മദ്ഖലഹു. പടച്ചോനെ, എന്റെ കൂട്ടുകാരനാ, എന്റെ നാട്ടുകാരനാ, ഇന്നലെ വെച്ച് തോളപ്പിച്ച് മടമ്പൊപ്പിച്ച് നമസ്കരിച്ചവനാ, നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തന്നു നാഥാ, എന്റെ പെണ്ണിന്, എന്റെ വാപ്പാക്ക്, എന്റെ ഉമ്മാക്ക് ഈ ദുനിയാവിനേക്കാളും നല്ലത് കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് പകുതി പേരെങ്കിലും പള്ളിയിൽ നിന്ന് യാത്രയായിട്ടുണ്ടാകും. ബാക്കി പകുതി പേര് നമ്മളെ കബറും പുറത്തേക്ക് വരും, തിരക്കില്ലാത്തോലുണ്ടെങ്കിൽ.
6 അടി മണ്ണിലേക്ക് നമ്മളെ ചേർത്ത് കടത്തും. 3 ബെൽറ്റിൽ എടുക്കാൻ മാത്രം ഭാരം വഹിക്കുന്ന ഒരു മയ്യത്തായി, ജീവന് അതല്ലെങ്കിൽ ജീവിതത്തിന് യാതൊരുവിധ അർത്ഥങ്ങളുമില്ലാതെ ആ 6 അടി മണ്ണിലേക്ക് നമ്മളെ ചേർത്ത് കടത്തും. അതിന്റെ മേലെ സ്ലേവിടും. ഒരു തരി മണ്ണ് പോലും നമ്മളെ ശരീരത്തിൽ വീഴാതിരിക്കാൻ സർവ്വദ്വാരങ്ങളും മാളങ്ങളും വിടവുകളും ഇലകളെ കൊണ്ടും പേപ്പറുകളെ കൊണ്ടും അടച്ചു കളഞ്ഞ് കബറ് കളച്ചോൻ മണ്ണ് പുരണ്ട ശരീരവുമായി കബറിന്റെ മുകളിലേക്ക് കയറുമ്പം കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കും, മണ്ണിട്ടു തുടങ്ങിക്കോളൂ. ഓരോരുത്തരും കുനിഞ്ഞിരുന്നു 3 പിടി മണ്ണ് നമ്മളെ മയ്യത്തിന്റെ നമ്മളെ കബറിന്റെ മുകളിലേക്ക് ഇട്ടു തുടങ്ങുമ്പോൾ ആ കബറിന്റെ മേലേക്ക് വീണ മണ്ണിന്റെ ശബ്ദത്തോടൊപ്പം ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ടാകും, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ. ആ സമയത്ത് നമ്മളെ കബറിലേക്ക് ചേർത്ത് നിർത്തി നമ്മൾക്ക് നാട്ടുകാർ നടത്തുന്ന ഏറ്റവും ഭംഗിയുള്ള ഒരു യാത്രയപ്പാണ് നമ്മളെ തസ്ബീത്ത്. ആ തസ്ബീത്ത് നമ്മളെ കബറിന്റെ അരികിൽ നിന്നും 10-15 മിനിറ്റ് നേരം എല്ലാവരും നമുക്ക് വേണ്ടി ചൊല്ലിത്തരും. ഒരുപക്ഷെ നമ്മളോട് വെറുപ്പുള്ളവരുണ്ടായാലും, ഒരുപക്ഷെ നമ്മൾ വെറുത്തവരാണെങ്കിലും, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്തു തരേണ്ട ഏറ്റവും നല്ല യാത്രയപ്പ് നമ്മളെ നാട് നമ്മൾക്ക് തരും. അതിൽ യാതൊരു കുറവും ഒരു നാടും ഒരു മയ്യത്തിനോട് കാണിക്കാറില്ല. ആ കബറിലേക്ക് ചേർത്ത് കടത്തി തസ്ബീത്തും ചൊല്ലി നമ്മളെ കുടുംബക്കാര് നമ്മളുടെ കബറിന്റെ അരികിൽ നിന്നും യാത്ര പോകുമ്പോൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, പിന്നെ ആരാണ് നമ്മളെ കബറിൽ നമ്മൾക്ക് കൂട്ടിന്?